ചിക്കൻ കറിയും ചോറുമാണ് നമ്മുടെ പണിക്കാർക്ക്. പിന്നെ മട്ടൻ നെച്ചോറും ഷവായും നമ്മുടെ മുതലാളിക്ക്. വെള്ളം വെച്ചിട്ടുണ്ട്. മട്ടൻ പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ മസാലയൊക്കെ പ്രത്യേകിച്ചിടണം. അപ്പോൾ രാവിലെ അങ്ങനത്തെ പരിപാടിയാണ്. ഇന്ന് കുറേ പണിയുണ്ട്. ഒക്കെ ഓരോ സൈഡിൽ നിന്ന് ഒതുക്കി വരാൻ. ഉള്ളി വാട്ടാൻ വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞതാ ഉള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഉള്ളി വശക്കിയിട്ടുണ്ട്. അതേപോലെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വയ്ക്കാനുള്ള. പിന്നെ ആടുക തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മസാല ഇടണം. അറബി മസാല, മഞ്ഞൾപ്പൊടി, തക്കാളി, ഉണക്കനാരങ്ങ, പട്ട, ഗ്രാമ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, മട്ടൻ മസാല ഇതെല്ലാം കൂടി നമുക്ക് ആട് പുഴുങ്ങാൻ വേണ്ടി അതിൽ കൂടെ മസാല ഇടുക. പിന്നെ പാകത്തിന് ഉപ്പിടുക. വെള്ളച്ചോറിനിതാ പണിക്കാർക്കുള്ള വെള്ളച്ചോറിനിതാ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഉണ്ട് ഇത് വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് ബട്ടർ ചോറ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ ഒതുക്കി വരണം. അപ്പോൾ വെള്ളച്ചോറ്, വെജിറ്റബിൾ സൂപ്പ്, പിന്നെ നമ്മുടെ മട്ടൻ ഷവായിക്കുള്ള മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3/4 മണിക്കൂർ അത് വേവണം. പിന്നെ വെള്ളച്ചോറ് ഞാൻ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിക്ക് ഞാൻ ഉള്ളി ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആട് പുഴുങ്ങാൻ ഉപ്പ് പാകത്തിന് ഇടുകയാണ് കേട്ടോ. ഒരു 3/4 മണിക്കൂർ നല്ലോണം വേവണം. പിന്നെ ഉള്ളി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിൽ കൂടെ ഇട്ട് മിക്സ് ആക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ചിക്കനിൽ. പിന്നെ അത് പോയിട്ട് നമുക്ക് അതിനുള്ള മസാല, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് തക്കാളി പേസ്റ്റ്, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ചോറ് ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സൂപ്പ് കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തിട്ടോ. പച്ചക്കറി തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്ത്, കുറച്ച് ജീരകപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഷ്റൂം, വഴുതനങ്ങ, കുറച്ച് കോളിഫ്ലവർ ഇതെല്ലാം കൂടെ ഇട്ട് സെറ്റായി കഴിഞ്ഞാൽ വെജിറ്റബിൾ സൂപ്പ് റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി ചിക്കനെ നമുക്ക് നോക്കാം. ചിക്കൻ മസാലയൊക്കെ കിടന്ന് നല്ല ക്ലിക്കായിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി ഞാൻ ജ്യൂസാക്കിയിട്ടുണ്ട്. തക്കാളി കറിക്ക് ഇവിടെ അങ്ങനെയാണ്, നമ്മൾ തക്കാളി മിക്സിയിൽ അടിച്ച് ഒഴിക്കും. കറിക്ക് വേണ്ടിയാണ് കേട്ടോ. തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ അതിനെ അങ്ങ് ഒഴിക്കും. പെട്ടെന്നായി കിട്ടും. കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ എരിയൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനെ കൊടുത്താൽ അവർക്ക്. മുളക് പൊടി കാശ്മീരാണ്. പിന്നെ അതിൽ കുറച്ച് ഞാൻ വെജിറ്റബിൾ ഇടും കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ കറിയിൽ കുറച്ച് ഞാൻ വെജിറ്റബിൾ ഇടും. കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് അറബിയുടെ കൂസ അങ്ങനെയൊക്കെയുള്ള, പിന്നെ കുറച്ച് വഴുതനങ്ങയൊക്കെ ഇടും. ചിക്കൻ കഴിക്കാത്തവർ പച്ചക്കറി കഴിക്കും, അങ്ങനെയാണ്. ഇനി അടുത്ത് കുറച്ച് നെച്ചോറ് വയ്ക്കണം. അതിലേക്ക് ഞാൻ പാത്രത്തിൽ കുറച്ച് ബീൻസ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, ഏലക്ക, ഗ്രാമ്പ് ഇതൊക്കെ ഒന്ന് വശക്കുന്നുണ്ട് കേട്ടോ. നെച്ചോറിനാണ്. വശക്കിന് ശേഷം നമുക്ക് അരി എത്ര ഉണ്ടോ അതിന് കണക്കാക്കിയുള്ള വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കറി ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. 10 പേർക്കുള്ള കറിയാണ്. അപ്പോൾ ഇത്തിരി കട്ടിയായ ശരിയാവും, എന്നാലും ആവശ്യത്തിന് കട്ടിയാവും. വറ്റുമ്പോൾ കട്ടിയായിക്കോളും. നെച്ചോറിന് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരി ഇടുന്നുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ഇരുന്ന് കറക്റ്റായി വെന്തോളും. അപ്പോൾ നമുക്ക് നേരത്തെ പുഴുങ്ങാൻ വെച്ച ആടിനെ നമുക്ക് പുറത്തെടുക്കാം. അത് ഓവനിൽ വയ്ക്കണം കേട്ടോ. ഓവനിൽ വെച്ച് നമ്മൾ തക്കാളി സോസൊക്കെ ഒഴിച്ച് ഒന്ന് ചൂപ്പിച്ച് ഓവനിലോട്ട് എടുക്കണം. ഇത് തലയാണ്. അതിലേക്ക് നമുക്ക് തക്കാളി സോസ് നമുക്ക് അതിൽ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഓവനിൽ വയ്ക്കുമ്പോൾ ചുവന്ന് കിട്ടും. അതിലേക്കാണ്
ആട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചാൽ മട്ടനാണ്. നേരെ നമുക്ക് ഇത് സോസ് ഒഴിച്ചിട്ട് നേരെ ഓവനിലോട്ട് കയറ്റാം. ഒരു 20 മിനിറ്റ് ഓവനിലേക്കുമ്പോൾ അത് ചുവന്ന് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ നെച്ചോറ് നമ്മൾ വെള്ളം വെച്ചില്ലേ, ചോറായിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഞാൻ കുങ്കുമപ്പൂവാണ് ഒഴിക്കുന്നത് കേട്ടോ, കളറിന് വേണ്ടി. കുങ്കുമപ്പൂ, അറബിയിൽ സാഫ്രാൻ എന്ന് പറയും. അതൊരു ടേസ്റ്റാണ്, അതൊരു മണം പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ നമുക്ക് നെച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലോട്ടൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഓവനിലിരുന്ന മട്ടനും റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യുക. അതാ സ്പെഷ്യലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് മട്ടനെ അതിൻ്റെ കൂടെ വയ്ക്കാം. ആദ്യം തന്നെ തല വയ്ക്കാം, കൈയുടെ ഭാഗം. കുറച്ച് ഉള്ളി പൊരിച്ചതും കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് മീതെ തൂറ്റുക. തുറക്കുമ്പം ഗബ ഗബാന്നിരിക്കണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.